friends, reshzideas മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ഓംലെറ്റ് ആണ്, സ്പാനിഷ് ഓംലെറ്റ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നോക്കാം. കീപ് വാച്ചിങ്, ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഞാനിപ്പോൾ ഇവിടെ പാനിൽ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 3 മിനിറ്റോളം ഇതിനൊന്ന് വഴറ്റി കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ഇപ്പോൾ ഒന്ന് വഴണ്ട് വന്നു. ഇനി നമുക്കിതിലോട്ട് സവോള ആഡ് ചെയ്യാം. 1 കപ്പ് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും നേരത്തെ പോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാബേജ് ആണ്. അപ്പോൾ ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു 8 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. ഇത് തണുക്കാണ്ട് നമ്മൾ മുട്ടയിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ മുട്ട അപ്പോൾ തന്നെ വെന്ത് പോകും. അതുകൊണ്ട് കുറച്ച് നേരം ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഇപ്പോൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് തയ്യാറാക്കാം. ഓയിൽ ഇപ്പോൾ ചൂടായി. നമുക്കിനി നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ആദ്യം ഒഴിക്കുമ്പോൾ പകുതി ബാറ്റർ മാത്രം ഒഴിക്കുക. ആദ്യമേ ഫുൾ ഒഴിച്ചു കൊടുക്കരുത്. പകുതി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. പക്ഷെ ഒരുപാട് തിന്നാക്കേണ്ട ആവശ്യമില്ല. കുറച്ച് തിക്നെസ് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. ഇനി ഞാൻ ഇതിലോട്ട് 2 സ്ലൈസ് ചീസ് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ചീസ് ആഡ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ ബാറ്റർ ഫുൾ ഒരുമിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ബാക്കി ബാറ്ററും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഈ ചീസിനെ കവർ ചെയ്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 7-8 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓംലെറ്റിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇനി നമുക്കിത് മറിച്ചിടുമ്പോൾ സാധാരണ മറിച്ചിടുന്നത് പോലെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഒരു പ്ലേറ്റ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം പതുക്കെ ഇതൊന്ന് മറിക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതുപോലെ ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു 7-8 മിനിറ്റ് ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് സ്പെഷ്യൽ സ്പാനിഷ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തിയാണ്. വെയിറ്റ് ലോസിനൊന്നും ശ്രമിക്കുന്നവർക്കൊന്നും ഇത് ഹെൽത്തി അല്ല. പക്ഷേ അല്ല, നോർമലായിട്ടുള്ളവർക്ക് ഇടയ്ക്കൊക്കെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് ജങ്ക് ഫുഡ്സ് കഴിക്കാതെ ഇതുപോലെയുള്ള സ്പെഷ്യൽ വെറൈറ്റി ആയിട്ടുള്ളത് തയ്യാറാക്കി നോക്കുക. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം.
കൊണ്ട് എൻ്റെ സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ആ ചീസൊക്കെ നന്നായി മെൽറ്റായി നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്നെ കമൻസിലൂടെയും മെയിലിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു അവസരത്തിൽ വേറൊരു വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.